ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ തിരുവചനം. യജമാനന്മാരെ, നിങ്ങളുടെ ദാസരോട് നീതിയും സമഭാവനയും പുലർത്തുവിൻ. നിങ്ങൾക്കും സ്വർഗത്തിലൊരു യജമാനൻ ഉണ്ടെന്ന് ഓർമ്മിക്കുവിൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ ആയിരിക്കുന്ന ചുറ്റുപാടിൽ നമ്മോടുകൂടെ ജോലി ചെയ്യുന്നവരുണ്ട്. നമ്മുടെ താഴെ നമ്മുടെ കീഴ് ജീവനക്കാരായി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. വചനം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ എല്ലാവരോടും നീതി പ്രവർത്തിക്കുക, എല്ലാവരോടും സമഭാവനയോടുകൂടെ പെരുമാറുക. ആരെയും അവഗണിക്കാതെ, ആരോടും പക്ഷപാതം കാണിക്കാതെ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിർത്തി എല്ലാവരോടും ഒരുപോലെ ബഹുമാനം കാണിക്കുവാൻ നമുക്കിടയാകട്ടെ. കാരണം എന്നെ അവർക്ക് അധികാരിയാക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവം എന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റവും വിനയത്തോടുകൂടെ നീതിയോടുകൂടെ പ്രവർത്തിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുക. ഒരു സ്റ്റീവാർഷിപ്പാണ് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചത്. ഒരു കാര്യവിചാരകത്വമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുക എന്ന ബോധ്യത്തോടുകൂടെ നമ്മുടെ കൂടെയുള്ളവരോട്, നമ്മുടെ ജോലിക്കാരോട് സ്നേഹത്തോടെ പെരുമാറുവാൻ, നീതിയോടുകൂടി പെരുമാറുവാൻ, പക്ഷപാതമില്ലാതെ പെരുമാറുവാൻ നമുക്കിടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.